ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും കുറച്ച് എന്താ പറയുക, ഞാൻ ചെയ്തത് ശരിയായോ, ഞാൻ പറഞ്ഞത് ശരിയായോ, അല്ലെങ്കിൽ അതാണോ നല്ലൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇതാണോ നല്ലൊരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർത്ത് പിന്നീട് റിഗ്രറ്റ് അടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് നല്ലൊരു ക്ലാരിറ്റി ഞാൻ തരാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്താൽ ശരിയാണ്, അത് ചെയ്തില്ലെങ്കിൽ തെറ്റാണ്. പിന്നെ എന്നല്ല, തെറ്റും ശരിയെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതൊക്കെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്, അത് കേട്ട് നിൽക്കുന്നവരുടെ, ഇടപെടുന്നവരുടെ ഒക്കെ കാഴ്ചപ്പാടാണ് നമ്മുടെ തെറ്റും ശരിയൊക്കെ. എങ്കിലും ഞാൻ ഇതിനകത്തൊരു തെറ്റും ശരിയും ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇപ്പോൾ നിങ്ങളൊരാളോട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അങ്ങ് തീർത്തു. അപ്പം അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ അവരോട് പറഞ്ഞത് തെറ്റായിപ്പോയി. ഇത് കേട്ട് നിന്നവരെന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കേൾക്കേണ്ടി വരും ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട്, ആകെ പ്രശ്നമായോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ ഒന്ന് കെട്ടടങ്ങി ഇതൊക്കെ ആകുമ്പോഴേ നമ്മളെല്ലാവരും ആലോചിക്കും അല്ലേ. പക്ഷേ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരാളോട് ഭയങ്കര ബഹുമാനത്തിൽ പെരുമാറുന്നു, അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു, അവരെ സ്നേഹിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അത് നിങ്ങളുടെ ക്യാരക്ടറാണ്. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അത് നിങ്ങളുടെ ക്യാരക്ടറാണ്. ദാറ്റ്സ് നോട്ട് യുവർ ആറ്റിറ്റ്യൂഡ്. അത് നിങ്ങളുടെ ക്യാരക്ടറാണ്. അതൊരു നല്ല ക്യാരക്ടറാണ്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ്, ഒരാൾ നിങ്ങളോട് ഭയങ്കര മോശമായിട്ട് ഇടപെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച റെസ്പെക്റ്റ് തരാതെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു, നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിട്ട് അവരെങ്ങനെ നിങ്ങളോട് പെരുമാറിയോ അതേപോലെ തന്നെ നിങ്ങളും പെരുമാറി. അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. അത് ആക്ച്വലി അങ്ങനെ തന്നെ വേണം. ഇപ്പം നമ്മൾ ഇന്നൊരാളെ ഹെൽപ്പ് ചെയ്തു, നാളെ നമ്മൾ ചെന്നിട്ട് അവനോടൊരു ഹെൽപ്പ് ചോദിക്കുക, എടാ നീ എന്നെ ഒന്ന് ഇതാക്കുമോ, അല്ല ഇപ്പോൾ ഒരാളെ നിങ്ങൾ എന്ന് ഡ്രോപ്പ് ചെയ്തു, നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു വർക്ക് നിങ്ങളെടുത്ത് ഷെയർ ചെയ്തു കൊടുത്തു, എല്ലാം ചെയ്തു. എന്നിട്ട് പിന്നീട് ഒരു ദിവസം നിങ്ങൾക്കൊരു എമർജൻസി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കുക, എടാ നീ ഇതൊന്ന് ചെയ്യുമോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെയാടാ, അത് ഇങ്ങനെയാടാ, എനിക്ക് മറ്റേ ചെയ്യാനുണ്ടടാ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബിസിയാടാ, എനിക്കിപ്പോൾ പറ്റില്ല എന്നൊക്കെ പറയാമെന്ന് വെച്ചോ. നാളെ ഒരു സമയത്ത് അവൻ വന്ന് നിങ്ങളുടെ അടുത്തൊരു ഹെൽപ്പ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്ത് കൊടുക്കരുത്. അവൻ എങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് പെരുമാറിയത് അതേ കണക്ക് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കണം. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. അതല്ല നിങ്ങൾ ഇതുപോലെ പൊളൈറ്റായിട്ട് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറാണ്, നിങ്ങളെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുക, അവരെന്നെ എന്ത് പറയുമായിരിക്കും, കേട്ടിട്ട് മിണ്ടാതിരിക്കണം എന്ന് വിചാരിക്കുവാണെങ്കിൽ അവരെല്ലാ കാലത്തും ഇങ്ങനെ തന്നെ വിചാരിക്കുകയും ചെയ്യും. നിങ്ങളോട് അവർ എന്ത് മോശം കാര്യമാണോ ചെയ്തത് അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഞാനെന്ത് ചെയ്താലും അവൻ എന്നെ ഒന്നും പറയത്തില്ലല്ലോ, അല്ലെങ്കിൽ അവൾ എന്നെ ഒന്നും പറയത്തില്ലല്ലോ, ഒന്നും ചെയ്യത്തില്ലല്ലോ. എനിക്കാണ് നല്ല പിള്ളേരുടെ സർട്ടിഫിക്കറ്റും കിട്ടും. ആക്ച്വലി നിങ്ങൾക്ക് അവിടെ നല്ല പിള്ളേരുടെ സർട്ടിഫിക്കറ്റൊന്നും അല്ല കിട്ടുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് കൊള്ളൂല, നിങ്ങളൊന്നും തിരിച്ച് പറയൂല എന്ന് നിങ്ങളെ പറ്റി നിങ്ങളെ തന്നെ അങ്ങ് അവരുടെ മുന്നിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത, തരം താഴ്ത്തുന്ന ഒരു മനുഷ്യനായിട്ട് നിന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെ ചെയ്യരുത്. നിങ്ങളോട് എങ്ങനെയാണോ ആൾക്കാർ പെരുമാറുന്നത് തിരിച്ച് അതേപോലെ തന്നെ, ബഹുമാനമാണെങ്കിൽ ബഹുമാനത്തിൽ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളൊരാൾ ചീത്ത വാക്ക്, അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിച്ച് തെറി പറഞ്ഞു, നിങ്ങളും തിരിച്ച് അവനെ പോയിട്ട് അതേ അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിച്ച് തെറി പറയണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ ഡിഗ്നിറ്റിയെ നല്ലോണം സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല. അവൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം അങ്ങനെ ആ ഒരു രീതിയിലാണ് പെരുമാറുന്നെങ്കിൽ അവനെ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ നിർത്തുക. അത് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളൊന്ന് തല്ലി തിരിച്ചവനെ തല്ലണമെന്ന് ഞാൻ പറയത്തില്ല. അടുത്ത തല്ല് കൊള്ളാൻ നിങ്ങൾ നിന്ന് കൊടുക്കരുത്. അതവിടെ നിർത്തണം. അതവിടെ നിർത്തിയിട്ട് മാറണം. ഇനി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. തിരിച്ച് അങ്ങനെ തല്ലും വഴക്കം ഉണ്ടാക്കണം, നിങ്ങൾ അടിക്കുന്നവനെ തിരിച്ചടിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ. ഇപ്പം നിങ്ങൾക്കൊരു സാഹചര്യത്തിൽ രക്ഷപ്പെടാനേ പറ്റുന്നില്ല, പിടിച്ചിട്ടങ്ങ് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തിരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ആ മൊമെൻറ്റിൽ ചെയ്യണം. അപ്പോൾ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ, നമ്മളത് ചെയ്യണം. അതും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഞാൻ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. താങ്ക് യു.